ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്നേ? ഇന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ ചെമ്മീൻ്റെ ബിരിയാണിയാണ്. പിന്നെ പ്ലാൻ ഒന്ന് മാറ്റി. എന്തുകൊണ്ട് പ്ലാൻ മാറ്റി? ചെമ്മീൻ്റെ ബിരിയാണി ഉണ്ടാക്കിയ ഒരാൾ 2 ദിവസം കഴിഞ്ഞ് തിന്ന് നിർത്തണം. നമുക്ക് 2 പേർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കാനുള്ളത് കൊണ്ട് ഈ ചോറും ചെമ്മീനോട് മിക്സ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് അച്ഛനിടയ്ക്ക് കരയുന്നത്. പെട്ടെന്ന് സവോള അരിഞ്ഞിട്ടാട്ടോ കരയുന്നത്. സവോള ജസ്റ്റ് തൊലി കളഞ്ഞതിനാണ് അച്ഛൻ ഇത്രയും കരയുന്നത്. അപ്പൊ അതിന്റെ ഭയങ്കര നീറ്റല. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്യാതെ നെയ്ച്ചോറും ചെമ്മീൻ്റെ കറിയല്ല മസാല പോലെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ നെയ്ച്ചോറും ചെമ്മീൻ്റെ മസാല നല്ല കോമ്പിനേഷൻ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നെയ്ച്ചോറും ചെമ്മീൻ്റെ മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ജംബോ പ്രോൺസ് ക്ലീൻ ചെയ്ത് മേടിച്ചാണ്. പിന്നെ നെയ്ച്ചോറിന് എല്ലാവർക്കും ചെയ്യണം, എല്ലാവർക്കും അറിയാവുന്ന എന്ത് റൈസ് ജീരകശാല. നമ്മള് ഇവിടെ ഞാൻ മേടിച്ചത് വയനാടൻ കൈമാന്ന് കൊണ്ട് ഉള്ള ബ്രാൻഡാണ്, അതാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അതിന് ഇവിടുത്തെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രോസൺ ചെമ്മീൻ ഒരു ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് വേവും. ഇതൊരു 10 മിനിറ്റ് വേണ്ട, ശരിക്കും ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് മതി. നമ്മളൊന്ന് കഴുകി സാധാ നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഫ്രോസൺ ആണ്. ഇപ്പൊ ഞാൻ ഭയങ്കര കട്ടിയല്ലേ, നല്ല കട്ടിയായിട്ടിരിക്കും. ഇത് ഇച്ചിരി ഒന്ന് വെള്ളത്തിടുമ്പോൾ തന്നെ അത് മാറ്റും. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറിന്റെ പണിയിലേക്ക് നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചോറ്, റൈസ്. ആദ്യം വേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, കുറച്ച് കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം ഫ്രൈ ചെയ്ത് നോക്കാം. പിച്ചന്റെ സവോള അരിയൽ കലാപരിപാടി തുടങ്ങാം. ഇത് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച പൂവാണ് കേട്ടോ, നല്ല ഫ്രഷ് പൂവ്, നല്ല രസമില്ലേ, മഞ്ഞപ്പൂ. ഇച്ചൻ ആസ്വദിച്ചാണ് കുക്ക് ചെയ്യുന്നത്. പതിഞ്ഞു പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ കാണിച്ചു തരാം. പതിഞ്ഞു പോകുന്നത് എങ്ങനെ, ഫയർ അലാം അടിക്കുന്നത് എങ്ങനെ. നമ്മുടെ സവാള ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് അതിനകത്തേക്ക് വറുക്കാനുള്ള കശുവണ്ടി, മുന്തിരി, കറിവേപ്പിലൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നല്ല കറിവേപ്പില ഇട്ടാൽ കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാകും. നമ്മുടെ എല്ലാത്തിനും കറിവേപ്പില ഇട്ടാൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പില ചില്ലറക്കാരൻ നല്ല ഗൈസ്. നമ്മൾ തീയുടെ അവിടെ നിന്ന് മാറ്റി വെച്ചേക്കണം. ഇനി അധികം തീ വേണം. ഇനി അധികം തീ ഇട്ടാൽ സവാള ഇതെല്ലാം കരിഞ്ഞു. സവാള ഇട്ടു, കശുവണ്ടി ഇട്ടു, കിസ്മിസ് ഇട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട്, ഇതാണ് അതിന്റെ കറക്റ്റ് പാകം. ഇതാണ് അതിന്റെ കറക്റ്റ് പാകം. നമ്മളൊരു പ്ലേറ്റ് എടുത്തു. എന്തിനാ? ചെറിയൊരു കിച്ചൺ റോൾ എടുത്തു, എണ്ണ വലിയാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് തിന്നുന്നത് ഇഷ്ടമാണോ? എനിക്ക് അത് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. എനിക്കിഷ്ടമാണ്. പക്ഷെ ചീത്ത പറയും. ഇതാണ് കേട്ടോ അതിന്റെ പാകം. നമ്മൾ ഒരു തവണ കശുവണ്ടി വറുക്കുക, മുന്തിരി വറുക്കുക, അങ്ങനത്തെ സമയം കണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിതേ എന്തൊക്കെയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ കിടക്കാൻ മുമ്പ് നമ്മൾ സൈഡൊക്കെ തുടച്ച് സെറ്റാക്കുക. ഇതെല്ലാം ലാസ്റ്റ് ഒന്ന് സെറ്റാക്കിയാൽ പോരെ? എന്തിനാണ് ഇത് സൈഡിൽ കൂടെ വീണ്ടും സെറ്റാക്കുന്നത്? അത് നമ്മളൊരു പണി ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് അത്ര ഏരിയ ക്ലിയർ ചെയ്തോളൂ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പൊളിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നീട് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയല്ല ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റ് എവിടെയാണെങ്കിലും ഹൈജീൻ എന്ന് പറയും. ഹൈജീൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും എല്ലാം നല്ല കറക്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ കൈമ റൈസ് ഒന്ന് കഴുകണം. ഞാനത് കുതിർത്തിയൊന്നും വെക്കല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരുപാട് ബൾക്കൊക്കെ ചെയ്യുമ്പോഴാണ് കുതിർത്തിയൊക്കെ വെക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ കൈമാരിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ വെന്ത് കുഴയുമില്ല. അന്നത് നോക്കി കറക്റ്റുള്ള അളവിനുള്ള വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ വേവാതിരിക്കും. അപ്പോൾ ഇതൊന്ന് കഴുകി മാറ്റാം, എന്നിട്ട് ബാക്കി പരിപാടി വെക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. അരി കഴുകി നല്ല ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായി. ഇപ്പോൾ വേറെ ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, കാരണം ഇന്നിപ്പോൾ ഞാൻ വറക്കാനായിട്ട് എടുത്ത ഓയിലാണ്.
ഫ്രഷ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ സൺഫ്ലവർ ഓയിൽ ഒരു കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഗീ ഏറ്റവും ലാസ്റ്റ് ചേർക്കണം, അത് കാരണം പിന്നെ കുഴപ്പമില്ല. നെച്ചോറിൻ്റെ അളവ് ഇതെല്ലാം എല്ലാത്തിനും അരിയുടെ അളവൊക്കെ സെയിം തന്നെയാണ്. 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം, അതായത് ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നല്ല ഇത്. ഞാൻ ഈ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര പ്രശ്നം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം. നിർത്തി പറയൂ, എന്നാലല്ലേ പുതിയ ചേരുള്ളൂ. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം. ശരിക്കും നെയ്ച്ചോറിന് നമ്മുടെ സാജീരകം മാത്രം ഇട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. സാജീരകവും പിന്നെ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയാണ് സാജീരകവും ചെറിയ ഉള്ളി. സാജീരകം എന്ന് പറയും. സാജീരകം അറിയാവുന്നവരുണ്ട്. നല്ല രീതിയിൽ വഴറ്റിയ എന്താ സാജീരകവും ചെറുള്ളി, ചെറിയ ഉള്ളി, സാലഡ്സ്. സാജീരകം അറിയാവുന്നവർ ഇവിടെ കമന്റ് ചെയ്യും. ഷാജീര എന്ന് പറയും. ഷാജീര ഇത് ഇതെല്ലാം നല്ല രീതിയിൽ മൂത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ കശുവണ്ടി, മുന്തിരി അങ്ങനെയൊന്നും ആഡ് ചെയ്യണം, കാരണം ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ നമ്മൾ മസാല കൂട്ടിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. കാരണം 1 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണത് എനിക്കും കൂടെ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിപ്പോൾ 1.5 ലിറ്റർ വെള്ളമുണ്ട് 1 കിലോ അരിക്ക്. ഈ ഒരു കപ്പ് 1/2 കപ്പിൻ്റെ. ഇവിടെ വേറെ മെഷറൊന്നുമില്ല, അത് കാരണം പിന്നെ നമ്മൾ കിട്ടിയതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ. തിളയ്ക്കുന്ന സമയത്ത് അപ്പം നമ്മളിത് വെള്ളം ഒഴിച്ചു വെച്ചേക്കാണ്. ഇതിനി തിളയ്ക്കണം. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അല്ല, അരിയാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? നെയ്ച്ചോറിന് വേണ്ടിയിട്ട്. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ വരുന്നുണ്ട്. വെജിറ്റബിൾ ആകെ ക്യാരറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബീൻസ് ഇല്ല നെയ്ച്ചോറിൻ്റെ അവിടെ ബീൻസ് കണ്ടു. ചുമ്മാ ഒരു ഡെക്കറേഷൻ. ഈ ക്യാരറ്റ് ഒക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, വേണേ ഇട്ടാൽ മതി. വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ക്യാരറ്റ് ഹെൽത്തി ആണല്ലോ, അപ്പൊ ഇടാം. പിന്നെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇത്, അല്ലേ? എന്തുകൊണ്ട്? കാരണം അത് ഇവിടെയാണ് വളരുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട്. യെസ്. ഇതിപ്പോൾ കുരുരാന്ന് അരിയേണ്ടതാണ്. പറഞ്ഞാൽ പൈനാപ്പിൾ ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എസൻസ് ഒന്നും ചേർക്കണം. അപ്പോൾ പൈനാപ്പിൾ വെറുതെ അതിൻ്റെ കൂട്ടത്തിലിട്ട് ചോപ്പ് ചെയ്ത് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് തിന്നാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. എനിക്ക് വേണം. ഇതിങ്ങനെ എല്ലായിട്ടും ഞാൻ ഈ സാധനം ഉള്ളതുകൊണ്ട് ചോപ്പർ, മാജിക് ചോപ്പർ എന്ന് ഞാൻ പറയും. ഈ സാധനം ഉള്ളതുകൊണ്ട് ചോപ്പ് ചെയ്യാനുള്ള മടികളുണ്ട്. നേരെ ഇതിനകത്ത് ഇടാം. ചോപ്പർ ഉണ്ടല്ലോ, ഇനി അരിയാൻ എന്തെളുപ്പം. ഒറ്റ വലിയല്ല, കുറെ വലിക്കണം. വലിച്ചിട്ട് അങ്ങ് പോകുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണ് വെച്ചാ. ഫൈൻലി ചോപ്ഡ്. എന്തിനാണ് നമ്മൾ വെറുതെ കൈയും കൊണ്ട് കരിഞ്ഞ് സമയം കളയണത്? ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി അതിൻ്റെ മുകളിൽ ഇടാനായിട്ട് നമ്മൾ ഒഴിച്ചേക്കണത് തിളച്ച വെള്ളമാണ് കേട്ടോ. അതായത് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കണം. അപ്പോൾ പെട്ടെന്ന് വെള്ളം തിളയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്. മല്ലിയില, പുതിനയില എന്നുവെച്ചാൽ ഇങ്ങനത്തെ ചെറിയ പാക്കറ്റ് മേടിക്കാൻ ചിലപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും അധികം വേസ്റ്റേജ് വരില്ല. മറ്റേത് ഒരു വലിയ കെട്ടായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ തന്നെ വലിയ കെട്ടായിട്ട് ഉണ്ട്. പക്ഷെ അത് നമ്മൾ മേടിച്ച് എപ്പോഴും നമ്മൾ എല്ലാ കറികൾക്കും ഇതൊന്നും ഇടില്ല. പ്രത്യേകിച്ച് പുതിനയില. മല്ലിയില പിന്നെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും. പുതിനയില വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ട മല്ലിയിലയും പുതിനയിലയും നല്ല കനം കുറഞ്ഞ് ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും ഫൈനലി ചോപ്പ്, ഇങ്ങനെ കനം കുറഞ്ഞ് ചോപ്പ് ചെയ്യണം. അപ്പൊ അതും ഇതിൽ വെച്ച് അടിച്ചാൽ പോരെ? ഫൈനലി ചോപ്പല്ല, ഫൈൻ ചോപ്പ്. ഗ്രാമർ മിസ്റ്റേക്ക് അല്ല അത്. ഇല ഇതിനകത്ത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും. ഇത് നല്ല രീതിയിൽ ഒതുക്കി നല്ല ശരിക്കും ഒതുക്കി പിടിച്ചാലാണ് നല്ലതാണ്. ഇതുപോലെ നല്ല കനം കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെ അരിയണമെന്നില്ല, അത് വേറെ കാര്യം. ഇതിപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു ബൗളുള്ളതുകൊണ്ട് കേട്ടോ ഇതിനകത്ത് കൈ ഇറക്കണം. ഇത്രയാണ് നമ്മൾ അതിൻ്റെ മുകളിലിടാനായിട്ട് വെച്ചത്. പൈനാപ്പിൾ, ക്യാരറ്റ്, പുതിനയില, മല്ലിയില. ഞാനിപ്പോൾ 1 കിലോ അരിക്കെടുത്താണ് ആ പൈനാപ്പിളിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അത്
കൂടിപ്പോയി ഒരു 5 ചെറിയ പീസ്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ഇടുമോ? ജസ്റ്റ് ഒരു ചെറിയ സ്വീറ്റ്നെസ് കിട്ടാൻ ഒരു പൊടിക്ക് പഞ്ചസാര. നിങ്ങൾ പഞ്ചസാര ഇട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു അരമുറി നാരങ്ങ, കുരു വേണ്ട, നാരങ്ങയുടെ നീര്. എന്തിനാണ് ഇഷ്ടം നാരങ്ങ നീര് ഒഴിക്കുന്നത്? നാരങ്ങ നീര് പറയുന്നതല്ലോ, അത് അരി തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട്. പിന്നെ ചോറിന് ചെറിയൊരു പുളിരസം ഇതൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ, ഞാനൊക്കെ ഉണ്ടാക്കിക്കണ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഉപ്പുണ്ടാവും, പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും, ചെറിയൊരു പുളിയുടെ ഇതുണ്ടാവും. നാരങ്ങയുടെ ഇതുകൊണ്ട് ചെറിയൊരു പുളിയുടെ ഇത് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, ഓപ്ഷണലായിട്ട് കാര്യങ്ങളാണ്. നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് കറക്റ്റാക്കുക. ഒരു പൊടിക്ക് ഉപ്പ് കൂട്ടിയിടുക, കാരണം അരി ഇടുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും. നമ്മുടെ വെള്ളം തിളച്ചു ഓൾറെഡി തിളച്ചാണ്. ഞാനത് തീ കുറച്ചിട്ടായിരുന്നു കണ്ടോ. ഇനി തിളച്ചതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ച കൈമ, നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരു 3/4 ഭാഗം വേഗമാകുമ്പോഴത്തേക്കും തീ കുറയ്ക്കുക. തീ കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. നല്ലപോലെ പൊത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, ക്യാരറ്റ്, പൈനാപ്പിൾ ഓപ്ഷണലാട്ടോ. കാരണം ഇപ്പോൾ ഞാൻ എസൻസും ചേർക്കില്ല. പിന്നെ കുറേ നാളായി ഇങ്ങനത്തെ ഒരു നെയ്ച്ചോറ് കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കണതാണ്. പൈനാപ്പിളൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ആഡ് ചെയ്തു. ഞാനിത് ഈ പൈനാപ്പിൾ ഇതിനകത്ത് തന്നെ ചോപ്പ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ ജ്യൂസ് ഇതിനകത്തേക്ക് ഇറങ്ങിക്കുള്ളൂ. അപ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ ദമ്മ് ചെയ്യാണ് കേട്ടോ. ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ദേ മൂടപ്പാത്രം വെക്കുന്നു. ഫോയിൽ പേപ്പർ അങ്ങനെ വേറെ ഒന്നുമല്ല, ചെറിയൊരു ഗ്യാപ്പിൽ പോലും ആവി പുറത്ത് പോരുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഇനിയിപ്പോൾ വെയിറ്റ് വെക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇടിയൻ ഇങ്ങനെ തന്നെ നമ്മൾ വേറെ ഏതോ ചെയ്തിട്ടുണ്ട്. സെറ്റ് നമ്മൾ പുലാവാണ് നമ്മുടെ ദം. ഇതൊരു 20 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റ്. ഓക്കെ. അപ്പോൾ മീൻവെയിൽ ആ ടൈം കൊണ്ട് നമുക്ക് ചെമ്മീൻ്റെ മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഇറക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിനി ചെമ്മീൻ മസാലയല്ല, ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നൽകി. നല്ല തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ്റെ കറി കൂട്ടി അങ്ങ് പിടിച്ചാലെന്ന് ഒരു ഐഡിയ ഉണ്ട്. നോക്കാം എങ്ങനെയായി തീരുന്നു. അതായിരുന്നു ശരിക്കും പ്ലാൻ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ നോക്കിയപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ ചെമ്മീൻ്റെ കറി, മീൻ കറി സൂപ്പറാണോ? എല്ലാം നല്ല. ബീഫും ചിക്കനും അല്ലാതെ സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ചെമ്മീൻ കറി, മീൻ കറിയൊക്കെ നല്ലതായിരിക്കും. മീൻ കറി നമ്മുടെ തേങ്ങാപ്പാൽ വെച്ച് മീൻ കറിക്ക് നല്ല അടിപൊളിയായിരിക്കും. ഞാനിങ്ങനെ ഹോട്ടലിലുള്ള പടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റാകും. നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള ഇത് എല്ലാവരും കൂടി ഞാൻ ഒരുമിച്ച് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടുകിടുക. കടുകൊന്നും വേണമെന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്. ഇതിൽ പലതും ഓപ്ഷണലാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. കടുക് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കറിവേപ്പില, ഉണക്കമുളക് ഇടുക. അതിനുശേഷം അത് നല്ല സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ക്രഷ് ചെയ്ത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക.
സീ ഫുഡ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈ വെളുത്തുള്ളി കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ സീ ഫുഡിൻ്റെ ഗ്രേവിയിൽ ഇപ്പോൾ മീൻ കറിയിലാണെങ്കിലും ചെമ്മീനിലാണെങ്കിലും ഈവൻ കൂന്തൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു വെളുത്തുള്ളി, ആ ഗ്രേവി കിടന്ന് കിട്ടുന്ന ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മുടെ അച്ചാറുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അച്ചാറിൽ നിന്നൊക്കെ വെളുത്തുള്ളി കിട്ടുന്നത് ആ ഒരു അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഈവൻ നോൺ വെജിൽ സീ ഫുഡ് ഐറ്റത്തിൽ വെളുത്തുള്ളി കൂടുതലിടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. വെളുത്തുള്ളി ഒരു സംഭവമാണ്. ഈ ചിക്കനൊക്കെ വറുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇടുമ്പോൾ ആ വെളുത്തുള്ളിക്ക് തന്നെ വെളുത്തുള്ളിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല വഴണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതൊരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. 3 വലിയ സവാള സ്ലൈസ് ചെയ്താണ്. ചില ആൾക്കാർ വിചാരിക്കും സവാള ഇങ്ങനെ ഇട്ടാൽ മതിരിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ കറിക്ക് അല്ലെങ്കിൽ മസാലയ്ക്ക് സവാള കൂടുതൽ ചെല്ലുമ്പോൾ കുറച്ച് നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈവൻ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നാൽ അത്ര നല്ല കൊഴുപ്പായിരിക്കും ഇത് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ. ദമ്മ് പൊട്ടിക്കാൻ പോകണം കേട്ടോ. നെയ്ച്ചോറിൻ്റെ ആവി പരത്തുന്ന നെയ്ച്ചോറ് റെഡി ആയിരിക്കുന്നു. ഈ ടൈമിലാണ് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസൊക്കെ ആഡ് ചെയ്യണം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും എന്തുവാ പിന്നെ കറിവേപ്പിലയും എല്ലാം സവോളയും എല്ലാം ആഡ് ചെയ്തു. ഈ ടൈമിലാണ് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക. കണ്ടോ ചോറ് നല്ല വിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവോള വരണ്ട് സവാള സോട്ടയുണ്ട് അതിനകത്തേക്ക്. തക്കാളി അരിഞ്ഞു വെച്ച തക്കാളി ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ: മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി എത്രയാ 3 ടേബിൾ സ്പൂൺ. ചെറിയ കളർ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകൊണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി 1.5. ഈ സീ ഫുഡ് കറികൾക്കൊക്കെ കുറച്ച് എരിവ് കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരം കയറി വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര മോശമായിരിക്കും. ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സവാളയിൽ ഉപ്പിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിലേക്ക് വേണ്ടത് ഇപ്പം ഇങ്ങനെ സ്പൂണിൽ നിന്ന് അല്ല, ഓരോ പൊടി ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ഇടാം. ഞാനിത് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അത് എപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടി ഒന്നല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചാലിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ആക്കി വയ്ക്കും. നേരെ നട്ടാൽ ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. നമ്മൾ എളുപ്പമാണ്. ഒറ്റയടിക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ മൂത്ത് കിട്ടും. ആദ്യമേ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇട്ടു. ഇപ്പോൾ അടി കിടക്കണം, മഞ്ഞപ്പൊടി കരിഞ്ഞു പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെയൊക്കെ ഇടും. അതെ, നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യമേ ചെയ്യേണ്ടത് പൊടി ഉണ്ടാക്കാൻ നമുക്ക് തീയുടെ ഇത് കുറച്ച് വയ്ക്കാം. എന്നിട്ട് വേണം പൊടി ഇടാൻ, അല്ലെ പൊടി കരിഞ്ഞു. കാരണം ഒരു മിക്സഡ് ടെമ്പറേച്ചറിൽ അല്ല ഇത് കുക്കാവുന്നതെങ്കിൽ പൊടി കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ വിറകടുപ്പിലാണെങ്കിലും ഈ പൊടി ഇടുന്ന സമയത്ത് നമ്മൾ വിറക് പയ്യെ പുറകോട്ട് വലിക്കും. നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പൊടി ബൾക്കായിട്ടിടുമ്പോൾ നമ്മൾ ആ ഗ്യാസിൻ്റെ ചൂട് പോലെയല്ല വിറകിൻ്റെ ചൂട്, ഭയങ്കര ഇതാണ്. ഇപ്പോൾ പൊടി ഇടാറാകുമ്പോഴത്തേക്ക് നമ്മൾ വിറക് പയ്യെ പുറകിലേക്ക് വലിച്ചു വയ്ക്കും. എന്നിട്ട് പൊടി ഇട്ട് വഴണ്ട് കഴിയുമ്പോഴാണ് തിരിച്ച് വിറക് വെച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കുന്നത്. തീ കുറയ്ക്കുക. നമ്മുടെ പൊടി മിക്സ് ചെയ്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്. ഇപ്പോൾ ഞാൻ 1 കിലോ ചെമ്മീനാണുള്ളത്. അപ്പോൾ അതിന് ആദ്യം ഇട്ട പോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇവിടുത്തെ കാശ്മീരി ചില്ലി പൗഡറിന് കളർ കുറവാണ്. അപ്പോൾ അതിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഈ ചെമ്മീൻ കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുടംപുളി ഒന്നും ചേർക്കില്ല, ജസ്റ്റ് നാരങ്ങ നീര് മാത്രമേ ചേർക്കുള്ളൂ. കാരണം ചെമ്മീനോ അല്ലെങ്കിൽ സീ ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ നാരങ്ങ നീര് ചേർക്കണമെങ്കിൽ, പുളിക്ക് പകരം നാരങ്ങ നീര് ചേർക്കണമെങ്കിൽ ഈ മീറ്റ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരും.
അതൊരു ടിപ്പാണ് കേട്ടോ. പുളിക്ക് പകരം നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ സീ ഫുഡ് ഐറ്റംസിന്റെ അപ്പൊ ഈ പറഞ്ഞ പോലെ സീ ഫുഡിലെന്ന് പറഞ്ഞാൽ മീൻ പറ്റില്ല കേട്ടോ. മീന് പുളി തന്നെ വേണം. ബാക്കിത്തെ ഞണ്ടൊക്കെ പോലത്തെ ആണോ? ഞണ്ടിനും കുടംപുളി ചേർക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പുളിവെള്ളം ചേർക്കാം. നാരങ്ങ നീര് ചേർത്തുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ മീറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഈ കൂന്തൽ, ചെമ്മീൻ ഇതിനൊക്കെ നാരങ്ങ നീര് മാത്രം ഒഴിച്ചുകൊണ്ടുള്ള കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് പൊടി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ പൊടി നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം അധികം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് നല്ല രീതിയിൽ വഴറ്റി നല്ല കുഴമ്പ് രൂപത്തിലാക്കുക. തിളച്ച വെള്ളമാണ് കേട്ടോ. പുതിയ നല്ല വെള്ളം ഒഴിച്ച് നല്ല നമ്മുടെ സവാള ഇതൊക്കെ നല്ല രീതിയിൽ വഴണ്ട് നല്ല സോഫ്റ്റ് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ച ചെമ്മീനാണ് ഇത്. ജസ്റ്റ് ഞാൻ വിനാഗിരി ഉപ്പിട്ട് കഴുകിയതാണ്, മഞ്ഞപ്പൊടി ഇട്ടില്ല. വിനാഗിരി ഉപ്പിട്ട് കഴുകി വെച്ച ചെമ്മീനാണ്. നല്ല പയർ പോലത്തെ ചെമ്മീൻ. അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ ഇനി വേറെ വെള്ളം ഒഴിക്കണില്ല, കാരണം ഇനി ഈ ചെമ്മീൻ്റെ വെള്ളം ഇറങ്ങി ആ ഗ്രേവി കറിക്ക് നല്ല ഫ്ലേവർ വരാനായിട്ട്. ഓവർ വെള്ളമായി പിന്നെ നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ നേരത്ത് ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യും. പിന്നെ ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറൊന്നും ഇറങ്ങില്ല. പോരാത്തന്നെ ഇത് ഫ്രോസൺ കൂടി ആയത് കാരണം കുറച്ച് കൂടുതൽ വെള്ളം ഇറങ്ങും. നമ്മൾ ഫ്രഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഇതിനകത്തുണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാവും ചെമ്മീൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ച് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഒരു മിനിമം ഒരു 5 to 7 minutes ആണ് ഒരു പ്രോൺ സാധാരണ ചെമ്മീൻ വേവാനുള്ള സമയം വേണ്ട. അപ്പോൾ അധികം നമ്മളിട്ട് വേവിക്കുക അങ്ങനെ ഇതൊന്നുമില്ല. ഓവർ വെന്താൽ ഈ പറഞ്ഞ റബ്ബർ പോലെ നമ്മൾ ചൂവിയായിട്ടിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ടാത്ത രീതിയിൽ കറക്റ്റ് 5 to 7 minutes വരെ. 7 minutes ഓപ്ഷൻ അത്ര ആക്കേണ്ട കാര്യമില്ല. ഒരു 5 to 6 minutes നമ്മൾ സാധനം വാങ്ങി തേങ്ങാപ്പാൽ ഒഴിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോകണം. നമ്മളൊരു 2 minutes കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ വെച്ചിട്ട്. കണ്ട് ചെറുതായിട്ട് വെള്ളം അങ്ങനെ വന്നു തുടങ്ങി. അത്യാവശ്യം അതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി നമ്മൾ നാരങ്ങ നീര് ഒഴിക്കാൻ പോകണം. ചെമ്മീനൊന്ന് ജസ്റ്റ് ഒരു വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നാരങ്ങ നീര് ഒഴിക്കുന്നത് വെച്ചാൽ ആ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്രയും ഇതിന് ഞാനൊരു 1/2 lemon എടുത്താണ്. ലൈം എനിക്ക് കിട്ടിയില്ല, എന്നാൽ ലെമണാണ് യൂസ് ചെയ്യണം. നമ്മൾ നാരങ്ങ നീര് ചേർത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി സെറ്റാക്കി വയ്ക്കുക. നമ്മൾ മസാല ഇട്ട് വഴറ്റി കഴിയുമ്പോൾ സവാള തക്കാളിയുടെ മിക്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുകൊണ്ട് ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സി ആണെങ്കിൽ ഇങ്ങനെ നല്ല കൊഴുപ്പിൽ കിട്ടും. അല്ലെങ്കിൽ സവാള വരെ തക്കാളി വരെ എന്നുള്ള രീതിയിലായിരിക്കും വെള്ളം കൂടിപ്പോയാൽ. ഇനിയൊരു 2-3 minutes കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചെമ്മീൻ ഓൾറെഡി കുക്കാവും. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഓൾറെഡി വെന്തുണ്ടാവും. ചെമ്മീൻ ഉണ്ടോ? നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിരിക്കുകയാണ്. നിങ്ങളോട് ചക്കരത്തിന് കടിച്ചത് അങ്ങനെ ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കാം. വീണ്ടും ഞാൻ ചമ്മലുകൾ ചെമ്മീൻ വന്നിട്ട് ചെമ്മീൻ ഉണ്ടോ? അതിനകത്തേക്ക് തേങ്ങാപ്പാൽ കറി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇവിടെ തേങ്ങാപ്പാലല്ല, ഞാൻ തേങ്ങാപ്പൊടി ചേർത്താണ്. കോക്കനട്ടിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ, മാഗിയുടെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ കാശ്മീർ ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് കറിക്കൊരു ഓറഞ്ച് കളറാണ്. അത് ചേർത്തിട്ട് നിങ്ങൾ വെറുതെ വെളുത്തിരിക്കും. തിളയ്ക്കുക. നമ്മൾ ഒരു 2 തക്കാളി ക്യൂബായിട്ടും കട്ട് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കറി നല്ല സെറ്റായിട്ടുണ്ട്, തിളച്ച് നല്ല ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർ നേരത്തെ ഈ പാലൊഴിച്ച സമയം കണ്ടില്ല, ആ ടൈമിൽ നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. റോസ്റ്റ് പോലെ അല്ലെങ്കിൽ മസാലയ്ക്ക് ആക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലുണ്ടെങ്കിൽ നല്ലതായിരിക്കും.
അപ്പോൾ നമുക്കിപ്പോൾ തേങ്ങ ചിരണ്ടി പാല് പിഴിയാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പൊടിയാണ് ചേർത്താണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാണ് കുറച്ച് നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്ത തക്കാളി. ഇതെന്തിനാ? ഇത് ഇത് ജസ്റ്റ് ഒരു ഗാർണിഷ് എന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കിടക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് നമ്മൾ ഒരുപാട് കുറുക്കണില്ല, ചെറിയൊരു ചാറുള്ള രീതിയിൽ. കാരണം ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ചെറിയ ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇവിടെ വെളിച്ചെണ്ണ ഈ കോലത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ മറ്റേ ടെമ്പറേച്ചർ മാറിയേക്കണം ഇങ്ങനെ കട്ടയായിട്ടിരിക്കണം. അത് ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് അവിടെ ഇരിക്കട്ടെ. ആ ഒരു ചൂടിൽ അങ്ങ് ഇരുന്ന് ആ തക്കാളിയും കുക്കാവും. ആ വെളിച്ചെണ്ണയുടെ ഇതൊക്കെ അങ്ങ് വന്ന് നല്ല സെറ്റായിക്കോളും. അപ്പം അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പപ്പടവും കൂടെ കാച്ചാന്ന് വിചാരിച്ചു. അതെ, നമ്മൾ പപ്പടം കാച്ചാൻ പോകണം കേട്ടോ. പപ്പടം കാച്ചുന്ന വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. സെയിം മറ്റേ ഉള്ളിയും കശുവണ്ടി ഇതൊക്കെ വറുത്ത ഓയിലിൽ, അതേ ഓയിലിട്ട് പപ്പടം കാച്ചുന്നു. അപ്പം നമ്മുടെ പ്ലേറ്റ് സെറ്റാണ് കേട്ടോ. ഇനി അവിടെ നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഓക്കെ, മറ്റേ പ്ലേറ്റോ? നമ്മളിത് നമ്മുടെ ചെമ്മീൻ കറി ബൗളിലോട്ട് മാറ്റാണ് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ നല്ല തക്കാളി അങ്ങനെ അടുക്കണാണെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. കുക്കായി നല്ല സെറ്റായി വന്നു. നമ്മളിത് കുറച്ച് അച്ചാറും കൂടെ സൈഡിലോട്ട് ഇടുക കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ്, ചെമ്മീൻ കറി, സർലാസ്, പപ്പടം ഒരു ഗാർണിഷിങ്. അതെ, എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കാൻ പോകണം കേട്ടോ. നമ്മൾ കറി എടുത്തു, സർലാസ് സൈഡിൽ ഒഴിച്ചു, ഒരു പപ്പടം വെച്ചു, ഇതവിടെ ഒരു പപ്പടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.